ഗൈസ്, വെൽക്കം ബാക്ക് ടു ടോക്സ് ആൻഡ് വർക്ക്സ്. അപ്പോൾ ട്രിവാൻഡ്രം ഭാഗത്തൊക്കെ ഉള്ള എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇപ്പോൾ നിലവിൽ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു 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 എന്താ പറയുക ഡെസേർട്ട് ഐറ്റമാണല്ലോ ഹൈദരാബാദ്. അപ്പോൾ ഞാൻ ദുബായിൽ നിൽക്കുന്ന ടൈമിൽ തന്നെ കുറേ കേട്ടായിരുന്നു ഇതിനെ കുറിച്ചിട്ട്. ഇപ്പോൾ നാട്ടിൽ ചെന്നിട്ടാണ് ഞാനിത് ട്രൈ ചെയ്തത്. മൗത്ത് മെൽറ്റിംഗ് എന്നൊക്കെ പറയത്തില്ലേ, അജാതി സാധനം. പക്ഷേ ഞാൻ അതിലേക്ക് അത് ഷുഗർ കുറച്ച് അടിയായി എന്ന് പറയുന്ന ഒരു കാര്യം മാത്രം ഞാൻ വിട്ടുപോയി. ഇത് ഭയങ്കര ഷുഗറി ആയിട്ടായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. അത് ആ ഒരു പോരായ്മ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് ലൈക്ക് എന്താ പറയുക, ഞാൻ ഫാനായിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ വന്നിട്ട് എന്തായിരുന്നു, ഒരു പിസ്താച്ചുവും മറ്റേ ലോട്ടസ് ബിസ്ക്കറ്റ് ഇല്ലേ, അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ വരുന്ന എന്തോ ഒരു സാധനമായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ ബ്രദറും കൂടെയാണ് പോയത്. അങ്ങനെ നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറും ലൈറ്റിങ്സും വെളിയിൽ മഴയും അങ്ങനെ ഞാൻ രണ്ടെണ്ണം അടിച്ചിട്ടൊക്കെയാണ് ഇരുന്നത്. ആ ഒരു വൈബിൽ മൂഡിൽ ഇരുന്നിട്ട് കഴിക്കാനൊക്കെ പറ്റിയ ഒരു ഐറ്റമായിരുന്നു. ഇതിനകത്ത് നിറയെ മറ്റേ പാലട പോലത്തെ ഒരു സാധനം കിടക്കുന്നതിൻ്റെ പേരൊന്നും എനിക്കറിയാൻ മേല. നല്ല ക്രിസ്പിയാണ് കേട്ടോ അത്. അതിനകത്ത് ഈ ഒരു പിന്നെ ഈ ഫ്ലേവേർഡായിട്ടുള്ള ഒരു സാധനങ്ങൾ ഇങ്ങനെ മിക്സ് ചെയ്ത് ചോക്ലേറ്റും കാര്യങ്ങളും എനിക്കറിയത്തില്ല, കണ്ടപ്പോൾ കൊള്ളാറുണ്ടായിരുന്നു. എല്ലാം കൂടെ മിക്സ് ചെയ്തിങ്ങനെ ഒരു ബൈറ്റ് എടുത്തിട്ട് ഇങ്ങനെ ക്രിസ്പിനെസ്സും ക്രീമിനെസ്സും എല്ലാം കൂടി ആയിട്ട് അപ്പോൾ പറയുമ്പോൾ തന്നെ വായി വീണ്ടും വീണ്ടും കഴിക്കാനൊക്കെ വാവും എന്നുള്ളൊരു ഫീലായിരുന്നു. ശരിക്കും ആ മഴയെ തിരിച്ച് കഴിക്കാൻ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ആസ്വദിച്ച് കഴിക്കുമായിരുന്നു. എനിക്കിങ്ങനെ വേറെ ഫ്ലേവേഴ്സൊക്കെ ട്രൈ ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മാംഗോ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പേഴ്സണൽ കൊണ്ട് വീട്ടിൽ വന്നിട്ടാണ് കഴിച്ചത്. അതും നല്ലതാണ്. അത് ഞങ്ങൾ ഷുഗർലെസ് ആയിട്ടാണ് വാങ്ങിച്ചത്. നല്ല ടേസ്റ്റായിരുന്നു അത്. ഇതിൻ്റെ കുറേ വെറൈറ്റീസ് വരുന്നുണ്ട്. ട്രൈ ചെയ്തിട്ടില്ലാത്തൊരു മസ്റ്റ് ട്രൈ ആണ്. മിസ്സാക്കണ്ട, ഒന്ന് ട്രൈ ചെയ്തേക്കുന്നത് നല്ലതാണ്. ലൈഫ് ഒന്നേ ഉള്ളൂ, വളരെ ഷോർട്ട് ടൈമാണ്. അപ്പോൾ അതിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതും ഒക്കെ നമ്മൾ മാക്സിമം ചെയ്യുക. എനിക്ക് സ്പെഷ്യലി ഫുഡ്, ഡ്രസ്സ് തുടങ്ങിയ കാര്യങ്ങളോടുള്ളൊരു ക്രേസ് എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ക്രേസാണ്. കഴിച്ചിട്ടില്ലാത്തതും ട്രൈ ചെയ്തിട്ടില്ലാത്തതുമൊക്കെ ട്രൈ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ലൈക്ക് യുണീക്കായിട്ട് ഡിഫറെൻ്റായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാനും ഒരുപാട് താല്പര്യമുള്ളൊരു കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ. അങ്ങനെ എൻ്റെ ഈ മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും ഞാൻ എത്രത്തോളം ആസ്വദിച്ചാണ് ആ ഒരു ഫുഡ് കഴിച്ചത്. ഞാൻ നോർമലി സ്പൈസി ഫുഡിൻ്റെ ലവറാണെങ്കിലും ഈ ചോക്ലേറ്റ് ഫ്ലേവേർഡായിട്ടുള്ള അല്ലെങ്കിൽ പിസ്ത ഫ്ലേവേർഡായിട്ടുള്ള ഫുഡുകളൊക്കെ എനിക്ക് ലൈക്ക് ഡെസേർട്ട്സ് അല്ലെങ്കിൽ ചോക്ലേറ്റ് ഐറ്റംസൊക്കെ എനിക്ക് കുറച്ച് ഇഷ്ടമാണ്. സോ അവിടെ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ. ആ മഴയത്ത് പോലും കുടയും പിടിച്ചൊക്കെ ഒരുപാട് പേര് വന്ന് കാത്തു നിന്ന് ക്യൂവിൽ നിന്നൊക്കെ ഫുഡല്ല ഈ സംഭവം ഈ ഡെസേർട്ടൊക്കെ കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ഇപ്പം കഴക്കൂട്ടംകാരുടെ ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മസ്റ്റ് വിസിറ്റബിൾ പ്ലേസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും കപ്പിൾസായിട്ടും ഒക്കെ പോയി എക്സ്പീരിയൻസും ചെയ്യേണ്ട ഒരു ഡെസേർട്ടാണിത്. ആക്ച്വലി ഇതൊരു അറബിക് ഡിഷ് എന്തോ ആണിത്. ഇപ്പം കേരളത്തിലിത് വമ്പിച്ച ഒരു ട്രെൻഡിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഞാൻ ട്രൈ ചെയ്തു, നിങ്ങളും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പം ടാറ്റ, ബൈ ബൈ, സി യു അൺടിൽ നെക്സ്റ്റ് ടൈം. സ്റ്റേ ട്യൂൺഡ് ഗൈസ്, ദിസ് ഇസ് മീ രേവതി സൈനിങ് ഓഫ് ഫ്രം ടോക്സ് ആൻഡ് വോക്സ് ബൈ രേവതി. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. ഞാൻ അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. നല്ലതായാലും ചീത്തയായാലും ഷെയർ ചെയ്യാൻ മടിക്കേണ്ട. ഞാൻ ഇരുകൈകൾ സ്വീകരിച്ച് അതിനെ തിരുത്തലുകൾ വരുത്തി നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തുന്നതായിരിക്കും. അപ്പം ബൈ, ടേക്ക് കെയർ.